ഇപ്പോൾ പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഹമാസിന് അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇത്തരത്തിലൊരു അന്ത്യശാസനം പോലെ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് പോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാദ്യമാണല്ലേ? പൂർണ്ണമായും ഇത് ആദ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഡിസംബറിലും സമാനമായ രീതിയിലേക്ക്, പക്ഷെ അത് ഇത്ര കടുത്ത രീതിയിലേക്ക് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ ഒരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്ര തലവൻ പറയാത്ത രീതിയിലേക്ക് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം ആ തരത്തിലേക്കൊക്കെയാണ്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ബന്ദികളെ വിടാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ മരണമായിരിക്കും എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വാക്ക് തന്നെ, മരണം എന്നുള്ള വാക്ക് തന്നെയാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഹമാസിലെ ഒരു അംഗം പോലും സുരക്ഷിതരായിരിക്കില്ല എന്നത് നിങ്ങൾ ഓർക്കണം. ഇസ്രായേലിന് അവരുടെ ജോലി തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും അമേരിക്ക ചെയ്യും. ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹമാസ് പ്രവർത്തകൻ പോലും ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ളതാണ്. പൂർണ്ണമായും എല്ലാ ഹമാസ് പ്രവർത്തകരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് അമേരിക്ക സഹായം നൽകും എന്നതുകൂടി പറയുന്നു. ഇതിന് തൊട്ടു മുമ്പ് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അമേരിക്ക ഹമാസുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. 1977 വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ് ഹമാസിനെ. സാധാരണഗതിയിൽ അമേരിക്ക ഒരു സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുമായി നേരിട്ട് ചർച്ച നടത്താറില്ല. അത്യപൂർവം ചില ഘട്ടത്തിൽ മാത്രമാണ് അതിന് ഒരു അപവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് നേരത്തെ സെപ്റ്റംബർ 11 ടിൻ ടവർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ സമയത്താണ് പിന്നീട് ട്രംപ് ഭരണകൂടവും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഒബാമയുടെ ഭരണകൂടവും അത്തരത്തിലേക്ക് താലിബാനുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ആ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരം വിഷയങ്ങളിൽ മറ്റു ഏതെങ്കിലും ഒരു കക്ഷിയുമായി, നേരത്തെയൊക്കെ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഘട്ടമൊക്കെ വന്നപ്പോൾ അമേരിക്ക നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തുന്നതിന് പകരമായി മറ്റ് ഹമാസുമായി അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് അവരുടെ പ്രതികളുമായി ചർച്ച നടത്തുക, ആ തരത്തിലേക്കായിരുന്നു ചർച്ച. എന്നാൽ അത് മാറ്റിക്കൊണ്ട് നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക തയ്യാറാവുകയും അത്തരമൊരു നീക്കത്തിന് അമേരിക്ക ഒരു തുടക്കം കുറിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ കൂടിയാണ് ഇത്തരം ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടി വന്നിരുന്നത്. ഇതിനെ മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടി കാണേണ്ടി വരും. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഗസ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു വികസനം നടപ്പാക്കാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ അറബ് രാജ്യങ്ങളും ഹമാസും അടക്കമുള്ള പലസ്തീൻ ജനതയടക്കം അതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയും ഈജിപ്റ്റ് അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു വികസന പദ്ധതി മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഉദ്ദേശമടക്കം എന്തായാലും ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ അന്ത്യശാസനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. എന്തായാലും ഹമാസിന് മേൽ ട്രംപ് നൽകിയിരിക്കുന്നത് ഒരു കനത്ത മുന്നറിയിപ്പാണ്. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കനത്ത തിരിച്ചടിയിലേക്ക് ഇസ്രായേലിനെ നീങ്ങാനുള്ള ഒരു അമേരിക്കൻ പിന്തുണയോടുകൂടി നീങ്ങാനുള്ള സാധ്യതയൊക്കെ കൂടി തുറന്നിടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ തന്നെ അരക്ഷിതമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്.